ഇക്ക ഇക്ക എന്തിനിക്ക ഇങ്ങനെ ഇത്രയും നക്കിത്തരം കാണിക്കുന്ന? ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത്, മേക്കപ്പ് ചെയ്യുന്ന സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ അതും ഏറ്റവും കുറഞ്ഞത് വാങ്ങിച്ചാൽ മതി. എന്ത് പറഞ്ഞാലും ഒരു നക്കിത്തരം. എന്തിനിങ്ങനെ ഇത്രയും നക്കിത്തരം കാണിക്കുന്ന? ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. നിനക്ക് അത് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കും. ഒരു സ്ഥലത്ത് ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. അപ്പോ ഈ അച്ഛൻ പറഞ്ഞു മകന്റെ അടുത്ത് പറഞ്ഞ്, മക്കളെ നിനക്ക് ആഹാരമൊക്കെ ഞാൻ തരും, പക്ഷെ നീ എല്ലാ ദിവസവും ഓരോ രൂപ വെച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മകൻ പറഞ്ഞു, അതെന്താ വെച്ചാ 1 രൂപയല്ലേ, അത് ഞാൻ എങ്ങനെയും കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ ഇവ എന്ത് ചെയ്യും, എല്ലാ ദിവസവും പോയി ആൾക്കാർക്ക് ഫിഷ് എടുക്കും. ഫിഷ് എടുത്ത് 1 രൂപ കൊണ്ടുവരും, അച്ഛന്റെ കൊണ്ട് കൊടുക്കും. അച്ഛൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 1 രൂപ മേടിച്ചിട്ട് അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലെടുത്ത് എറിയും. അപ്പൊ മകൻ പറയും, ഓ കുഴപ്പമില്ല, പിറ്റേ ദിവസം ഇത് കണക്ക് തന്നെ. അങ്ങനെ 1 വർഷം വരെ ഇവ എന്ത് ചെയ്യും, ഫിഷ് എടുക്കും, കൊണ്ട് കൊടുക്കും, അച്ഛൻ എടുത്തെറിയും, കുളത്തെറിയും. ഒരു ദിവസം ഇവര് പുറത്ത് പോയപ്പോഴത്തേക്ക് ഈ മകന് പൈസ 1 രൂപ കിട്ടിയില്ല. അപ്പൊ ബേജാറായി. എന്ത് ചെയ്യും, വീട്ടിൽ ചെന്ന് ആഹാരം തരുന്നില്ല. ഇവ എന്ത് ചെയ്ത് അധ്വാനിക്കാൻ തുടങ്ങി, ഒരു വീട്ടിൽ ചെന്ന് കിളയ്ക്കാൻ തുടങ്ങി. കിളച്ച് ഇവന് 1 രൂപ അവനെ കൊടുക്കും. ആ 1 രൂപയും കൊണ്ടുവന്ന് ഈ അച്ഛൻ്റെ കൈ കൊടുക്കും. അച്ഛൻ എന്ത് ചെയ്യും, എന്നത്തെയും പോലെ ആ പൈസ എടുത്ത് കുളത്തെറിയാൻ നോക്കും. ആ സമയത്ത് ആ മകൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അച്ഛന്റെ കൈ കയറി പിടിക്കും. അച്ഛ ആ പൈസ എറിയരുതെന്ന് പറയും. അപ്പൊ അച്ഛൻ ചോദിക്കും, അതെന്താ മക്കളെ, നീ എന്നും ഞാൻ ഇതല്ലേ ചെയ്യുന്നത്, നീ ഇന്ന് മാത്രം എന്തിന്റെ കൈ കയറി പിടിച്ചത്? അപ്പം ആ മകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ കൊണ്ടുവന്ന പൈസ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസയാണ്, അതുകൊണ്ട് അച്ഛൻ അത് ഒരിക്കലും എടുത്ത് എറിയരുതെന്ന് പറയും. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് ആ മകന്റെ അടുത്ത് ആ അച്ഛൻ പറയും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസയ്ക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ പല രീതിയിൽ ചിലവാക്കും.